അരുൺ, ഇനി കുറച്ച് സമയം കൂടിയേ ഈ വീടുകളിൽ ഇവരുള്ളൂ. ഇന്നലെ പരീക്ഷയ്ക്ക് ശേഷം ചേതനയേറ്റു മാത്രം ഇന്ന് പുലർച്ചെ വീടുകളിലേക്ക് എത്തിയവരാണ്. ഇനി ഇതാ അതുപോലെ തന്നെ ഈ ഭൗതിക ദേഹങ്ങൾ പൊതുദർശനത്തിന് ഹാളിലേക്കും തുടർന്ന് പള്ളിപ്പറമ്പിലേക്കും കൊണ്ടുപോകും. അവസാന ശുശ്രൂഷകൾക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾ. ഈ നിമിഷങ്ങൾ മാത്രം ബാക്കിയാവുന്ന ഈ സമയത്ത് ഏറ്റവും പ്രിയപ്പെട്ടവർ അവരിപ്പോഴും നെഞ്ച് പൊട്ടിക്കരയുകയാണെന്നറിയാം. ഏറ്റവും പുതിയതായി അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? അവിടെ വീട്ടിലെ പൊതുദർശനത്തിന് ആരൊക്കെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്? അതേ മോത്തി, അല്പസമയത്തിനകം തന്നെ വീടുകളിൽ നിന്ന്, ഇപ്പോൾ ആയിഷയുടെ വീട്ടിലാണ് ഞാനുള്ളത്, ഒരു 8:30 കൂടിയാണ് നേരത്തെ ക്രമീകരിച്ച സമയം. അതിനുശേഷം പൊതുദർശനത്തിനായി ഈ ഹാളിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും ജുമാ മസ്ജിദിൽ വെച്ചുള്ള സംസ്കാരം. അങ്ങനെയാണ് നിലവിലെ ക്രമീകരണം. നേരത്തെ ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മോത്തി പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഈ വഴിയോരങ്ങളിൽ, ഈ കരിമ്പയിലെ ഈ ഇടവഴികളിലൊക്കെ ഇവർ ഒന്നിച്ച് ഒരു ഒറ്റ കൈ കോർത്ത് പിടിച്ച് ഇന്നലെ ഉൾപ്പെടെയുള്ള പോലെ ഇവരെ കാണാറുള്ളൂ. ഇനി അങ്ങനെ മുതൽ ഈ വഴിയോരങ്ങളിലൊന്നും ഇവരെ കാണില്ല എന്നുള്ളതാണ് നാടിന് ഉൾക്കൊള്ളാൻ ആവാത്ത യാഥാർത്ഥ്യം എന്നുള്ളത് തന്നെയാണ്. ഓരോ അധ്യാപകന്മാരും, ആയിഷയുടെയൊക്കെ അധ്യാപകന്മാരിപ്പോൾ കണ്ണീരോടെ ഇവിടുന്ന് മടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ നാട്ടുകാരായാലും അയൽവാസികളായാലും ഈ കുടുംബങ്ങളെ അറിയുന്നവർക്ക് ആർക്കും ഇത് ഉൾക്കൊള്ളാൻ ഇനിയും സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഓരോരുത്തരുടെയും നമ്മളോടൊക്കെ സംസാരിക്കുമ്പോഴുമൊക്കെ അത് നമുക്ക് മനസ്സിലാകുന്നത്. അത്രമേൽ സൗഹൃദം വെച്ച് പുലർത്തിയവരാണ്, അത്രമേൽ സാഹോദര്യം കാത്തു സൂക്ഷിച്ചവരാണ്. അവരുടെ ചെറിയ കാര്യങ്ങൾ, ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഓരോ ദുരന്തങ്ങളും വരുമ്പോഴും പലരെയും നമുക്ക് നഷ്ടപ്പെടുമ്പോഴും നമ്മൾ പറയാറുണ്ട് ഒരു കാര്യം, ഇനി ഒരാൾക്കും ഇത് വരുത്തരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് എന്ന്. അങ്ങനെ വരുത്തരുതേ എന്ന് ഉള്ളിൽ അതിശക്തമായി നമ്മളൊക്കെ ആഗ്രഹിക്കുമ്പോഴും വീണ്ടും ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി മരണം അങ്ങനെ വന്ന് കവർന്നെടുത്തുകൊണ്ട് പോകുന്നു നമ്മുടെയൊക്കെ കൂട്ടത്തിൽ. അതും ചെറിയ മക്കളാവുമ്പോൾ, കുഞ്ഞുങ്ങളാവുമ്പോൾ അത് ഏറെ ദുഃഖകരം എന്ന് വേണം പറയാൻ. പ്രതീക്ഷകളായിരുന്നു ഇവരൊക്കെ, ചിരകാർന്ന പ്രതീക്ഷകളായിരുന്നു. ഇവരൊക്കെയും ഒരു കുടുംബത്തിന് താങ്ങായി നിൽക്കേണ്ടവരാണ്. വളരെ അധികം സ്വപ്നങ്ങൾ കണ്ട് വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞുങ്ങളാണ്. അരുൺ ശങ്കറുണ്ട് ഇർഫാന ഷറിൻ്റെ വീട്ടിൽ നിന്നും. അരുൺ, ഇർഫാനയുടെ വീട്ടിലെ ഇപ്പോഴത്തെ അന്തരീക്ഷം അത് എല്ലാ വീട്ടിലും ഒരുപോലെ തന്നെയാണെങ്കിലും അവിടെ എങ്ങനെയാണ് അരുൺ? ലിഷോയിലേക്ക് വരാം. ഇപ്പോൾ റിദ ഫാത്തിമയുടെ വീട്ടിൽ നിന്നും ലിഷോയ് തുടരുന്നുണ്ട്. ലിഷോയ്, സഹപാഠികൾ, ഉറ്റ സുഹൃത്തുക്കൾ ഇവരൊക്കെയും അലറിക്കരയുന്ന കാഴ്ച നമ്മൾ കുറേ നേരമായി കണ്ടുകൊണ്ടേയിരിക്കുന്നു. ആകെ മനസ്സ് തകർന്ന് ലിഷോയും അവിടെ തന്നെ നിൽക്കുകയാണെന്നറിയാം. നമ്മൾ മാധ്യമപ്രവർത്തകരുടെയും അവസ്ഥ ഏതാണല്ലോ. മനുഷ്യരാണ്, ഇതൊക്കെ കണ്ടു നിൽക്കാനാവുന്നില്ല. ലിഷോയ്, പറയൂ ഏറ്റവും പുതിയ വിവരങ്ങൾ. തീർച്ചയായും കണ്ടു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ തന്നെയാണ്. അല്പസമയം മുമ്പാണ് ഇവിടേക്ക് ഹൃദയുടെ അധ്യാപകരുൾപ്പെടെയുള്ളവരെത്തിയത്. അവർ അലമുറയിട്ട് കരയുകയായിരുന്നു. കാരണം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾ തന്നെയാണ് ഇവരും. ഇനിയിപ്പോൾ ഈ സ്കൂളിലേക്ക് അവരെത്തില്ല. ആ യാഥാർത്ഥ്യം അവർ ഉൾക്കൊണ്ടു. പക്ഷേ അതൊരിക്കലും അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും ഇവിടെ എത്തുന്നവരെല്ലാം തന്നെ ഇത്തരത്തിൽ സമാനമായ രീതിക്ക് അവരുടെ ഹൃദയവേദന നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ഈ സുഹൃത്തുക്കൾ ഇവിടെ തന്നെയുണ്ട്, സുഹൃത്തുക്കൾ പോയിട്ടില്ല. അവരും മുഴുവൻ സമയവും, അതായത് കുറേയേറെ സമയമായി അവർ വന്നതു മുതൽ ഒരേ കരച്ചിൽ റിദ എന്ന് വിളിച്ചുകൊണ്ടാണ്. വിളിച്ചുകൊണ്ട് അലറി കരഞ്ഞുകൊണ്ട് വരുന്ന കുട്ടികൾ പലർക്കും പിന്നീട് ശബ്ദം പോലും പുറത്തേക്ക് വരാനാവാത്ത വിധത്തിൽ തളർന്നു പോയിരിക്കുന്നു. സങ്കടം അവരെ അത്രയേറെ തളർത്തിയിരിക്കുന്നു. ഇനി ഇതിനോട് പൊരുത്തപ്പെടാൻ കാലങ്ങളെടുക്കുമെന്ന് പറയുന്നത് മറ്റു പല ഘടകങ്ങളും അതിലുണ്ട്. ഒന്ന്, സ്കൂളിലേക്ക് ഇവരൊക്കെ തിരികെ എത്തുന്ന സമയത്ത് ഹാജർ പുസ്തകത്തിലെ ഇവരുടെ പേരുകൾ വിളിച്ചാൽ എഴുന്നേറ്റ് നിൽക്കാനോ ഹാജർ പറയാനോ ഇവരിനി ഉണ്ടാകില്ല. മറ്റു പല കാര്യങ്ങളിലും അറിയാതെ പോലും ഇവരുടെ പേര് ഓർത്തു പോവുകയോ വിളിച്ചു പോവുകയോ ചെയ്യുന്ന സന്ദർഭങ്ങൾ. അപ്പോഴൊക്കെ ഒരു ശൂന്യതയായിരിക്കും ഇവരെ വന്ന് പൊതിയുക.
ഇനി അവരില്ല എന്ന സത്യത്തോട് പൊരുത്തപ്പെടാൻ ഇനിയും ഏറെ കാലങ്ങൾ എടുക്കുക തന്നെ ചെയ്യും ഇവർക്ക്. അങ്ങനെ ആ ശൂന്യത വന്ന് പൊതിയുന്ന നിമിഷങ്ങളും ഇവർക്ക് കടന്നു പോകേണ്ടതായുണ്ട്.